അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നല്ല കക്കറൊട്ടിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിന് ഇറച്ചിപ്പിടിയെന്നും കുഞ്ഞിപ്പത്തിരി എന്നൊക്കെ പറയും. കേരളത്തിൻ്റെ പല ഭാഗത്തും പല രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ പല പേരിലുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോട്ടുകാരുടെ ഒതൻറ്റിക് കക്കറൊട്ടി റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കി. ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ബിസ്മില്ലാ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അരി ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെള്ളം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. തിളച്ചിട്ടില്ല, എന്നാൽ തിളക്കാനായിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറുവ അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചോറ് വെക്കാൻ ഏത് അരിയാണോ എടുക്കുന്നത് അതെടുക്കാം കേട്ടോ. ഇനി ഇതൊരു 4-5 മണിക്കൂർ നന്നായിട്ട് കുതിർത്ത് വെക്കണം. അതിനുശേഷം നമുക്കിത് കഴുകിയെടുത്തിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കറി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഉള്ളിയൊക്കെ താളിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള അത്ര ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. കോക്കനട്ട് ഓയിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ഞാനിപ്പോൾ ഇവിടെ സാധാരണ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിത് ഒരു വലിയ ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞെടുത്തതും, ഒരു 3-4 പച്ചമുളക് അരിഞ്ഞെടുത്തതും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് നന്നായിട്ട് താളിച്ചെടുക്കുകയാണ്. പിന്നെ ഈ കറി വെക്കുമ്പോൾ ഇങ്ങനെ താളിച്ച് വെക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഓയിലൊക്കെ ഒഴിവാക്കണം എന്നാണെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി. പക്ഷെ നമ്മളിങ്ങനെ അതിൽ താളിച്ച് വെക്കുമ്പോൾ കറിക്കൊരു ടേസ്റ്റ് തന്നെയല്ലേ. ഇപ്പോൾ ഇത് ഉള്ളിലേക്ക് ഒന്ന് താളി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കിട്ടും. അപ്പോൾ ഞാനിത് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 5 ടീസ്പൂണ് നമ്മൾ മസാല ഉണ്ടല്ലോ, കറി മസാല, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഏത് മസാല ആണോ ഇറച്ചിക്കറിക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ സാധാരണ മല്ലിപ്പൊടി എടുത്താലും മതി. അപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ മുളക് പൊടിൻ്റെ ഗരം മസാലേൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ചെറുതായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതൊരു മീഡിയം സൈസിലുള്ള 2.5 തക്കാളി അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ സാധാരണ കറി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ എരിവും പുളിയൊക്കെ കൂട്ടിയിട്ട് വേണം നമ്മളെ കക്കറോട്ടിക്ക് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കാൻ. കാരണം നമ്മൾ ഈ മാവിലേക്കും കൂടി കുറച്ച് എരിവും പുളിയൊക്കെ അങ്ങോട്ട് പിടിക്കണ്ടേ. ഇപ്പോൾ ഇതാ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മട്ടനാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കിലോ എല്ലോട് കൂടിയിട്ടുള്ള മട്ടൻ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബീഫ് ചേർത്ത് കൊടുക്കുക. ബീഫിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ ബോണോട് കൂടിയിട്ട് എടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. പിന്നെ ഇതിലേക്ക് നമ്മൾ കരിവേപ്പിൻ്റെ ഇലയും പുതിനയില ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയില മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനത് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതാ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ അതും കൂടെ ചേർക്കുകയാണ്. ഇനി ഇതാ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തെടുത്തതും 2 നുള്ളു ഉലുവയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതാ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കങ്ങോട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിലും പിന്നെ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിലും ചെയ്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ വറുത്തത് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിത് ഒരു 1/4 കപ്പ് തേങ്ങയിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കുകയാണ്. ഇപ്പോൾ ആ തേങ്ങയ്ക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ തേങ്ങൻ്റെ അളവ് 1-1.5 കപ്പ് വരെയൊക്കെ എടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 ചുവന്നുള്ളിയും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരി ഇവിടെ കഴുകി ഉപ്പൊക്കെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒതുക്കിയെടുത്തിട്ടുള്ള തേങ്ങയാണിത്. നമ്മൾ ചുവന്നുള്ളിയും പെരിഞ്ജീരകവും ചേർത്തിട്ട് ഒതുക്കിയെടുത്തിട്ടുള്ള ആ തേങ്ങയാണിത്. ഇതും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഞാനിപ്പോൾ ഗ്രൈൻഡറിലാണ് അരി അരച്ചിട്ടുള്ളത്, എന്നാലും കുറച്ചൊന്ന് വെള്ളം കൂടിയിട്ടുണ്ട്. പിന്നെ നല്ല തരിതരിപ്പായിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. ഓവറായിട്ട് തരി വേണ്ട, ചെറിയൊരു തരിങ്ങനെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇനി നിങ്ങൾ മിക്സിയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ മിക്സിക്ക് അധികം പ്രഷർ കൊടുക്കാതെ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കുക. അതിനുശേഷം നല്ല കട്ടിയുള്ള ടവലിൽ ഇത് പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ നല്ലോണം വെള്ളം വാർന്ന് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് വറുത്ത പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ടൈറ്റായി കിട്ടും. മാവ് കുറച്ചൊന്ന് ലൂസായതുകൊണ്ട് ഞാനൊരു അരക്കപ്പ് വറുത്ത പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് കുഴച്ച് ടൈറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതാ നമ്മളെ മാവൊക്കെ ഉരുട്ടി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ ഉരുട്ടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ നേരെ ഇതിലേക്ക് തന്നെ ഉരുട്ടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേഗം വേവിച്ചെടുക്കാം. ഇനി ഇതാ ചെറിയൊരു മാവ് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് വിരലുകൊണ്ട് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ കക്കറോട്ടി ഷേപ്പ് ചെയ്തെടുക്കുക. പിന്നെ വളരെ ചെറുതാക്കി ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കക്കറോട്ടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കൽ. നമ്മൾ ഇന്തുപൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ചെറുതാക്കി ഉണ്ടാക്കിയെടുക്കും, അപ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷേ കക്കറോട്ടിക്ക് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ചെറുതാക്കി ഉണ്ടാക്കണം എന്നാണെങ്കിൽ ഒരു തുണി വിരിച്ചിട്ട് അതിലിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി. ഓരോന്നായിട്ട് നിരനിരയായിട്ട് ഉണ്ടാക്കി വെക്കുക. അതിനുശേഷം അതെല്ലാം കൂടെ എടുത്തിട്ട് ആവിച്ചമ്പിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മളെ കറി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. പിന്നെ ഈ സമയം ഇറച്ചി വെന്തിക്കണമെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓരോ ഇറച്ചിൻ്റെ വേവിനനുസരിച്ചിട്ട് ആ കുക്കിംഗ് ടൈമൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും കൂടെ വേവിച്ചെടുക്കാം കേട്ടോ. കറിയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല ഗ്രേവിയുള്ള കറി തന്നെയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ തേങ്ങ കറിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ള മാവൊക്കെ ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു സമയം ഇതൊക്കെ നല്ലോണം ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള കറി ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതൊക്കെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ നല്ലോണം കറി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കട്ടകളൊക്കെ പോയിട്ട് ഓരോന്നോരോന്നായിട്ട് കിട്ടും. പിന്നെ നല്ല ഗ്രേവിയുള്ള കറി തന്നെ വേണം കേട്ടോ. ഇത് നല്ലോണം കറി പിടിക്കും. ഇതിങ്ങനെ ഇരിക്കുന്തോറും തിക്കായി വരും. അപ്പം ഇനി കറിയിൽ ഗ്രേവി കുറവാണെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇതാ കട്ട പിടിച്ചതൊക്കെ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മാവ് വേവിച്ചെടുത്തതും കൂടി ഉണ്ട്, അതും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കക്കറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 5-10 മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ ദമ്മിലിരുന്നോട്ടെ. ഇതിരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടിക്കൂടി വരും. പിന്നെ അതൊരു 5 ആൾക്ക് കഴിക്കാനുള്ള കണക്കിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ പരിപാടി. എങ്ങനെയുണ്ട്? നല്ല എളുപ്പമല്ലേ? ഇനിയിപ്പോൾ കുറേയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വീട്ടിലെല്ലാവരും കൂടി ഇരുന്നിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ നല്ല രസമായിരിക്കും, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. നമ്മളെ കക്കറോട്ടി റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.